Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon, Miss. ലിസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ? ലിസ്റ്റിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞില്ലേ നമ്മള്? Yes, ma'am. Okay, next topic നോക്കിക്കോളൂ. Selection and procurement of equipments. ഒരു എക്യുപ്മെന്റ്സ് സെലക്ട് ചെയ്യുമ്പോഴും സംഭരിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 5 കാര്യങ്ങളാണ് താഴെ കൊടുക്കുന്നത്. ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സംഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. എന്താണ്? സെലക്ട് among to need or recommendation. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യാ? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണോ അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഓരോ ഐറ്റംസ് ഹോസ്പിറ്റലിലോട്ട് പർച്ചേസ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യം അനുസരിച്ച് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓരോ ഐറ്റംസും ഓരോ മെറ്റീരിയൽസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും അവിടേക്ക് ഓർഡർ ചെയ്ത് വരുന്നത്. ഓക്കെ ആണോ? അതാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താ പറഞ്ഞത്? സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻസ്. ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്, അവർക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആ സാധനങ്ങളുടെ ലിസ്റ്റുകളെല്ലാം എടുത്തിട്ട് ഓർഡർ കൊടുക്കും. അതാണ് ഫസ്റ്റ് സെന്റൻസ്. എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻസ്. ഓക്കെ ആണോ? ഇനി സെക്കൻഡ് നോക്കിയേ. ടേക്ക് ഇൻ ടു അക്കൗണ്ട് the effect or after sales service and spares availability. എന്താ പറഞ്ഞത്? ഇനി നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെക്ക് ചെയ്യുന്നത്? എന്തൊക്കെ നോക്കാറുണ്ട്? പുതിയൊരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ ടിവിയോ ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ നോക്കാറ്? എന്താ നോക്കാറ്? എന്തൊക്കെ നോക്കും നിങ്ങള്? ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്റ്റാർ. ഓക്കെ. പിന്നെ അല്ലെ, പുതിയൊരു ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ബ്രാൻഡ് കാര്യങ്ങള് നമ്മൾ നോക്കുന്നത് എന്താണ്? ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ അല്ലെ, വാറന്റി ഉണ്ടോ, ഗ്യാരണ്ടി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? അതാണ് ആഫ്റ്റർ സെയിൽ സർവീസ്. അവരുടെ സെയിൽസ് എത്ര ഇയേഴ്സ് തരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ്? പുതിയൊരു ഐറ്റം വാങ്ങിക്കുമ്പോൾ അതിന് സ്പെയർ പാർട്സുകൾ ഉണ്ടോ, അതിന്റെ അവൈലബിലിറ്റി ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? അങ്ങനെയുള്ള സ്പെയർസുകൾ ഉണ്ടോ അല്ലെ? എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വരികയാണെങ്കിൽ സ്പെയർസുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പിന്നെയും നമുക്കത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയൊരു ഐറ്റം അല്ലെങ്കിൽ പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, അതുപോലെ തന്നെ എന്താണ്? സ്പെയർ പാർട്സുകൾ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ എന്താണ്? നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്തതിനു ശേഷം ഒരു ഐറ്റം വാങ്ങിച്ചാല് അത് എന്താണ്? ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ്? മിഷൻ ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെന്താ പറയുന്നത്? ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. ഓപ്പറേഷൻ അല്ലെങ്കിൽ കാലിബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? അവിടുത്തെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് കാലിബ്രേഷൻ. ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ഇനി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തതിനു ശേഷം എന്താണ്? ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ടെസ്റ്റിംഗ് നടത്തണം അല്ലെ. അത് ഒരു ഹോസ്പിറ്റലിലോട്ട് ഒരു എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം അതെന്താണ്? നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം, ടെസ്റ്റ് ചെയ്യാം. ഇനി എന്താ പറയുന്നത്? മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി.
എന്താണ് മാനുവൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? മാനുവല് നമ്മൾ എന്ത് കടയിൽ നിന്ന് എന്തൊരു സാധനം, ടിവിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു നമുക്കൊരു ബുക്ക്, ഹൗ ടു യൂസ് അല്ലെ, ഓക്കെ, അങ്ങനെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു മാനുവൽ അല്ലെ, ഒരു ബുക്ക്ലെറ്റ് നമുക്ക് തരില്ലേ? ഇപ്പൊ ടി വി ആണെങ്കിൽ റിമോട്ടിന്റെ സ്വിച്ചുകൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ വയർ എങ്ങനെ കണക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നതാണ് മാനുവൽസ് എന്ന് പറയുന്നത്. ഒരു ബുക്ക്ലെറ്റ് ആണ്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുണ്ടാകും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒരു പുതിയൊരു ഐറ്റം സെലക്ട് ചെയ്യുന്നത് സംബന്ധിച്ച്, അതുപോലെ തന്നെ പ്രൊക്യൂർമെന്റ്, സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വൺ, യൂസർ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ ആവശ്യമനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്? ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, അതുപോലെ തന്നെ സ്പെയർ പാർട്സുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ എന്താണ് മെറ്റീരിയൽസ് വാങ്ങിച്ചു അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു, അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിന് എന്താണ് അവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം അല്ലെ, ആ മെഷീൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കണം, നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി അതിനുശേഷം എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്താണ് മാനുവൽസ് അല്ലെ, നമ്മളൊരു പുതിയ സാധനം വാങ്ങിക്കുമ്പോ അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ബുക്ക്ലെറ്റ് ആണ് മാനുവൽ എന്ന് പറയുന്നത്. ആ മാനുവല് അതിന്റെ അവൈലബിലിറ്റി ഉണ്ടോ, നമ്മളൊരു പുതിയ സാധനം വാങ്ങിക്കുമ്പോൾ ആ ബുക്ക്ലെറ്റ് അവൈലബിൾ ആണോ, കിട്ടിയോ? 5 കാര്യങ്ങള് ഓക്കെ ആണോ? ഇനി നോക്കിയേ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരം, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നെക്സ്റ്റ് പഠിക്കാൻ. ഫസ്റ്റ് വൺ നോക്കിയേ, അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റലിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഫണ്ടുകൾ നൽകുക അല്ലെ. അങ്ങനെ ആ ഫണ്ടുകൾ നൽകാനായിട്ട് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് ഏതൊരു ഐറ്റവും പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഏതൊരു ഗുഡ്സ് ആൻഡ് സർവീസസുകളായാലും വാങ്ങിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫണ്ട് നൽകേണ്ടത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പോയിന്റ്. പിന്നെ എന്താണ്? റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് വെൻ ജസ്റ്റിഫൈഡ്. എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങള്, നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങള് ഫുൾഫിൽ ചെയ്യണം. 2 പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ ആണോ? 2 പോയിന്റും. ഇനി തേർഡ് പോയിന്റ് എന്താണ്? Responsibility for evaluation of specifications and if incomplete or incorrect has the authority to challenge specifications. എന്താണ്? നമ്മള് ഇപ്പൊ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർഡർ കൊടുത്തു സപ്ലയേഴ്സിന്. അപ്പൊ അവരെ കൊണ്ടുവന്നു അല്ലെ, ഓർഡർ കൊടുത്തതനുസരിച്ചിട്ട് നമ്മളെ ഹോസ്പിറ്റലിലോട്ട് ഐറ്റംസ് കൊണ്ടുവന്നു. അപ്പോ എന്താണ്? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ഇന്ന സ്പെസിഫൈ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇവാലുവേഷൻ ചെയ്യണം. കൊണ്ടുവന്ന മെറ്റീരിയൽസ് നമ്മൾ വിലയിരുത്തണം. ഇനി അതിന് പുറമെ എന്താണ്? ചിലപ്പോ അവർ കൊണ്ടുവന്ന ഐറ്റംസ് ചിലപ്പോ ഇൻകറക്റ്റ് ആയിരിക്കാം. ചിലപ്പോ എന്താണ്? 10 പറഞ്ഞതിന് അവർ ചിലപ്പോ 11 കൊണ്ടുവരാം, അല്ലെങ്കിൽ 15 കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ കുറവായിരിക്കാം. 10 പറഞ്ഞത് ചിലപ്പോ 8 ആയിരിക്കാം കൊണ്ടുവന്നത്. അങ്ങനെയുള്ള ഇൻകറക്ട്നെസ് വരുമ്പോ അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്. തേർഡ് പോയിന്റ് മനസ്സിലായോ? തേർഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്?
ചിലപ്പോ എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇന്ന കാര്യം ഇന്ന മെറ്റീരിയൽ വേണമെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ നമ്മള് വേറെ എന്താണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും, വേറെ പല മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സ്പെസിഫൈ ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം, കറക്റ്റ് ആണോ അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, ചിലപ്പോ അവർ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽസ് ചിലപ്പോ ഇൻകറക്റ്റ് ആയിരിക്കാം, തെറ്റായ മെറ്റീരിയൽസ് ആയിരിക്കാം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ചിലപ്പോ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കാം മാറിക്കൊണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വരാം, ക്വാണ്ടിറ്റി കുറവ് വരാം, അങ്ങനെ പലതരത്തിലുള്ള ഇൻകറക്റ്റ്നെസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള മെറ്റീരിയൽസ് വരുമ്പോ എന്താണ്, അതിനെതിരെ അവർക്കെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ ആണോ? ഇനി എന്താണ് ഫോർത്ത് പോയിന്റ് നോക്കി, റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെഞ്ചർ റെപ്രസെന്റേറ്റീവ് and arrange for bidding or negotiation for goods and services. നമ്മൾ പറഞ്ഞല്ലേ എന്താണ്, ഒരു ലിസ്റ്റ് പ്രകാരം നമ്മൾ വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നുള്ളത് ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഹോസ്പിറ്റലാണെങ്കിൽ എങ്ങനെയാണ്, ഒരു ലിസ്റ്റ് പ്രകാരം അല്ലെ, അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഉചിതമായ സപ്ലയേഴ്സിനെ ആ ലിസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നുണ്ട്, സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂസ് നടത്തും. ഞങ്ങൾക്ക് ഇന്ന ക്വാണ്ടിറ്റിയിൽ തരാൻ പറ്റോ, ഇന്ന പ്രൈസിൽ തരാൻ പറ്റോ, ഇന്ന ചർച്ച നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെ ചർച്ച വെക്കുമ്പോ അങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഇപ്പോ അങ്ങനെ എന്താണ് ബിഡിങ്ങിലൂടെ, ബിഡിങ് എന്താണ്, ലേലം വഴി നമുക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, അതിന് വെൻഡേഴ്സുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്, ടു ഗെറ്റ് ദ കറക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അറ്റ് ദ economical price and to supply materials as needed for the various departments. Correct quality, അതുപോലെ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എക്കണോമിക് പ്രൈസിൽ വാങ്ങിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് ആരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ ആവശ്യമനുസരിച്ചിട്ട് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കറക്റ്റ് പ്രൈസിൽ, കറക്റ്റ് ക്വാളിറ്റിയിൽ, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ വേണം മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതും ആരുടെ ഡ്യൂട്ടിയാണ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ബിഡിങ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ബിഡിങ് ഇപ്പൊ തന്നെ പറഞ്ഞതാണ്. ബിഡിങ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കോ? ബിഡിങ് തന്നെ ലേലം. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസ് അല്ലെ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, ആർക്ക് പറയാം? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വൺ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കണം. പിന്നെ എന്താണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി? എന്താണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സ് അനുസരിച്ചിട്ട് അല്ലെ, നീഡ്സ് ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഇനി തേർഡ് വൺ എന്തായിരുന്നു? ശരിയാണ് കേട്ടോ. തേർഡ് വൺ എന്തായിരുന്നു? തേർഡ് വൺ സ്പെസിഫിക്കേഷൻസ് അല്ലെ, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഐറ്റംസ് ഒക്കെ വരും.
അപ്പൊ എന്ത് ചെയ്യണം? അതിനെതിരെ പ്രതികരിക്കാനായിട്ട്, അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഇനി ഫോർത്ത് വൺ എന്താ? ഫോർത്ത് വൺ ചർച്ചകൾ അല്ലെ, നമ്മൾ വെൻഡേഴ്സുമായിട്ട് നമ്മൾ ചർച്ച വെക്കാറുണ്ട്. ഉചിതമായിട്ടുള്ള സപ്ലൈസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് മെറ്റീരിയൽസുമായിട്ട് നമ്മൾ ചർച്ച വെക്കാറുണ്ട്. മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച നടത്താറുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ലാസ്റ്റ് വൺ, കറക്റ്റ് ആയ ക്വാളിറ്റിയില്, കറക്റ്റ് ആയ ക്വാണ്ടിറ്റിയില്, കറക്റ്റ് ആയ എക്കണോമിക് പ്രൈസിൽ എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് സപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണോ? 5 പോയിന്റ് ക്ലിയർ ആണ് അല്ലെ? ജസ്റ്റ് ഒന്ന് വായിച്ചു, ഇത്തിരി വെള്ളം കൂടി കിട്ടും കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് പോർഷൻ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജോലി എന്തൊക്കെയാണ് എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി ആരാണ് പർച്ചേസിംഗ് മാനേജർ എന്നതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. The person that normally runs the purchasing department is called purchasing manager. അവിടെ ഒന്ന് 6 ചേർത്ത് കൊടുക്കണം കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാനേജറിന് 6 ഇല്ല, അപ്പൊ 6 ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്താ പറഞ്ഞത്? പർച്ചേസിംഗ് മാനേജർ എന്ന് പറഞ്ഞത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പേഴ്സണെയാണ് നമ്മൾ പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. അടയാളപ്പെടുത്തുക കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പർച്ചേസിംഗ് മാനേജർ ആരാണെന്ന് ചോദിക്കാം. ആരാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന വ്യക്തി? അതാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്? Then purchasing job description is strategic in nature and usually consists of the following. First point എന്താണ്? Maintaining the purchasing policy and ensuring that all purchases sticks to it. എന്താ പറയുന്നത്? മെയിൻറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപപ്പെടുത്തുക അല്ലെ? പർച്ചേസിംഗ് പോളിസികള് രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ ആ പോളിസി അനുസരിച്ചിട്ടാണോ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നും ഉറപ്പുവരുത്തണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. എന്താ പറഞ്ഞത്? പർച്ചേസിംഗ് പോളിസീസ് രൂപപ്പെടുത്തുകയും ആ പോളിസീസ് അനുസരിച്ചിട്ടാണോ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നും ഉറപ്പുവരുത്തണം. ഇനി സെക്കൻഡ് വൺ എന്താണ്? Choosing the suppliers that the company will deal with and keeping the legal interaction with them. എന്താണ് നമ്മൾ പറഞ്ഞല്ലേ? ഒരു ലിസ്റ്റ് പ്രകാരം നമ്മൾ സപ്ലൈസിനെ തിരഞ്ഞെടുക്കുന്നു. ഓർമ്മയുണ്ടോ പറഞ്ഞത്? നേരത്തെ പറഞ്ഞതാണ്. ഒരു ലിസ്റ്റ് പ്രകാരം, അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരമാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ എന്താണ്? അവരുമായിട്ട് ലീഗൽ ഇന്ററാക്ഷൻ ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ലീഗൽ ആയിട്ട് നിയമപരമായിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെ അല്ലെങ്കിൽ ഇടപെടലുകളാണ് അവരുമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? നമ്മള് ഹോസ്പിറ്റലിലെ സപ്ലൈസിനെ നമ്മൾ അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരം തയ്യാറാക്കുകയും അവരുമായിട്ട് ലീഗൽ ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യുകയും വേണം. പിന്നെ എന്താണ് തേർഡ് പോയിന്റ്? മാനേജിങ് എനി SLAs, സർവീസ് ലെവൽ എഗ്രിമെന്റ്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സ്പാൻഡ് SLA എന്ന് ചോദിക്കാം. എന്താണ്? സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് that may be in place and managing any master agreement between the suppliers and the company. എന്താണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോ അതിനെ നമ്മൾ എന്ത് നോക്കാറുണ്ട്?
ഗ്യാരണ്ടി വാറന്റി ഒക്കെ നോക്കാറില്ലേ? അതാണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിന് അതിനുള്ള ഗ്യാരണ്ടി എങ്ങനെയാണ് അല്ലെങ്കിൽ വാറന്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ പർച്ചേസ് മാനേജർ മാനേജ് ചെയ്യണം, നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാസ്റ്റർ എഗ്രിമെന്റ് അല്ലെ, മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ഹോസ്പിറ്റലിലേക്ക് നമ്മള് ബൾക്കായിട്ടാണ് ഓരോ ഗുഡ്സുകളും പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. പർച്ചേസിങ് ഓർഡർ കൊടുക്കുമ്പോൾ ബൾക്കായിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എഗ്രിമെന്റ് ഒരു വലിയ രീതിയിലാണ് അവിടെ സപ്ലയറും കമ്പനിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെക്കുന്നത്, വലിയ രീതിയിലാണ്. അതാണ് മാസ്റ്റർ എഗ്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാസ്റ്റർ എഗ്രിമെന്റ് ആയാലും സർവീസ് ലെവൽ എഗ്രിമെന്റ് ആയാലും മാനേജ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. സർവീസ് ലെവൽ എഗ്രിമെന്റ് മനസ്സിലായോ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എന്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്ത് അവിടെ നോക്കണം? നമ്മള് എന്താ നോക്കേണ്ടത്? ഗ്യാരണ്ടി വാറന്റി ഒക്കെ ചെക്ക് ചെയ്യാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇവിടെ എന്താണ്, ആരാണ് ശ്രദ്ധിക്കേണ്ടത്? പർച്ചേസിംഗ് മാനേജർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഉള്ള എഗ്രിമെന്റ് ആണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഹോസ്പിറ്റലുകളിലേക്ക് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നത് വലിയ രീതിയിലാണ്, ബൾക്കായിട്ടാണ്. അപ്പോ അവരുമായിട്ട് സപ്ലൈസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാസ്റ്റർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സർവീസ് ലെവൽ എഗ്രിമെന്റ് ആയാലും മാസ്റ്റർ എഗ്രിമെന്റ് ആയാലും മാനേജ് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ആരുടെയാണ്? പർച്ചേസിംഗ് മാനേജറിന്റെയാണ്. ക്ലിയർ ആയോ തേർഡ് പോയിന്റ്? ഓക്കെ ആണോ തേർഡ് പോയിന്റ്? ഇനി എന്താണ്? ഇനി ഫോർത്ത് പോയിന്റ് നോക്കിയേ, സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് അറിയാലോ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട് ചെയ്യാം അല്ലെ. ഓരോ സ്റ്റാഫിനെയും നമ്മള് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, അതുപോലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. Collaboration with other departments, especially the accounting, manufacturing and stock department. എന്താ പറയുന്നത്? കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളാബറേഷൻ കൂടിച്ചേരുക അല്ലെങ്കിൽ എന്താണ് സഹകരിക്കുക അല്ലെ. അതർ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നല്ല രീതിയിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ സഹകരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും എന്താണ്? അക്കൗണ്ടിംഗ് മേഖല, അതുപോലെ മാനുഫാക്ചറിങ്, അതുപോലെ സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ. ക്ലിയർ ആയില്ലേ? അതർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് പർച്ചേസിംഗ് മാനേജ്മെന്റ്. പിന്നെ എന്താണ്? Budgeting, costing and cost setting after analyzing the management information available. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അത് അനലൈസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് ഒക്കെ തയ്യാറാക്കേണ്ടത്. കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ ബേസിൽ അത് അനലൈസ് ചെയ്തുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മള് ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് ബൾക്കായിട്ടൊക്കെ പ്രൊഡക്റ്റ് വരുമ്പോ ആ പ്രൊഡക്റ്റുകള് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിലേക്ക് എന്താണ് സേഫ്റ്റി ഉണ്ടോ, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പയറി ആയിട്ടുള്ള ആവാം. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് ആയാലും നല്ല സേഫ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓരോ മെറ്റീരിയലും ഓർഡർ ചെയ്ത് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ക്വാളിറ്റിയോട് കൂടിയിട്ടും സേഫ് ആയിട്ടും വേണം അവിടെ എന്ത് ചെയ്യാനായിട്ട് ഓരോ മെറ്റീരിയലും അവിടെ കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താണ്? ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. എന്താണ് ഓവർസീയിങ്? എന്താ ഓവർസീയിങ്? മേൽനോട്ടം വഹിക്കുന്നത് അല്ലെ, മേൽനോട്ടം വഹിക്കുക എന്നാണ് ഓവർസീയിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ്? വലിയ സംഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതും ആരാണ്? പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടി. നമ്മൾ പറഞ്ഞ പോലെ വലിയ രീതിയിലാണ് ഇത്
ചെയ്യുന്നത് മെറ്റീരിയൽസ് ഇറക്കുന്നത് തന്നെ നല്ല രീതിയിൽ ലാർജ് പ്രൊക്യൂർമെന്റ് അല്ലെ, വലിയ സംഭരണത്തിൽ മേൽനോട്ടം വഹിക്കേണ്ട ഡ്യൂട്ടി ഈ പർച്ചേസിംഗ് മാനേജ്മെന്റ്. പിന്നെ എന്താണ് ലിയേസൺ? ലിയേസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബന്ധം, ബന്ധം ട്ടോ. എന്താണ് ലിയേസൺ? കമ്മ്യൂണിക്കേഷൻ ഓർ കോർപ്പറേഷൻ make easy for the close working relationship between people. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന പല ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സിലെ സ്റ്റാഫുകൾ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുകയും വേണം. അപ്പൊ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? പർച്ചേസിംഗ് മാനേജറാണ്. ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയിൽ വരുന്നത്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? എന്തൊക്കെയാ പറഞ്ഞത്? പർച്ചേസിംഗ് മാനേജർ എന്ന് പറഞ്ഞാൽ ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്ന പേഴ്സൺ ആണ് പർച്ചേസ് മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്? പർച്ചേസിംഗ് പോളിസി എന്ത് ചെയ്യണം? പർച്ചേസിംഗ് പോളിസി രൂപപ്പെടുത്തുകയും അതനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, സപ്ലൈസിനെ സെലക്ട് ചെയ്യുകയും അവരുമായിട്ട് എന്ത് ചെയ്യണം? ലീഗൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ വേണം പോകാനായിട്ട്. ഓക്കെ, 1 മിനിറ്റ്. ഇനി എന്താ മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? മൂന്നാമത്തെ പോയിന്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെ, ഹോസ്പിറ്റലിലോട്ട് പ്രൊഡക്റ്റ് ഒരു മെഷീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താണ് അവിടെ തരുന്ന ഗ്യാരണ്ടി വാറന്റി ഒക്കെ ചെക്ക് ചെയ്യണം. അതിന്റെ ഡ്യൂട്ടി ആരുടേതാണ്? പർച്ചേസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ, സപ്ലൈസുമായിട്ട് നമ്മളൊരു മാസ്റ്റർ എഗ്രിമെന്റ് വയ്ക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും ആരാണ്? പർച്ചേസ് മാനേജറാണ്. നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പർച്ചേസ് മാനേജർ. അതുപോലെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് പർച്ചേസ് മാനേജറാണ്. അതർ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ചെയ്യണം, കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം, സഹകരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ ബേസിൽ നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ബഡ്ജറ്റിംഗ്, കോസ്റ്റ് സേവിംഗ് തയ്യാറാക്കാൻ. അതുപോലെ അവിടെ കൊണ്ടുവരുന്ന എന്താണ് മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റി ഉണ്ടോ, സേഫ്റ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് മാനേജറുടെ ഡ്യൂട്ടിയാണ്, ഈ പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ നൽകി എന്താണ് വലിയ സംഭരണത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ലാർജ് പ്രൊക്യൂർമെന്റിന്റെ മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? ഈ പർച്ചേസ് മാനേജറാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ പല സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകൾ തമ്മിൽ നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? മനസ്സിലാക്കിയോ? ക്ലിയർ ആണോ? വരുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, job description of purchasing clerk or assistant. Purchasing clerkന്റെ അല്ലെങ്കിൽ purchasing assistantന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പർച്ചേസിംഗ് ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? അസിസ്റ്റന്റ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പർച്ചേസിംഗ് ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേര് വരാം. ഇനി നോക്കിയേ, the purchasing clerk undertake day-to-day work. Purchasing clerkന്റെ ഡ്യൂട്ടി എന്താണ്? ദൈനംദിന വർക്ക് ഏറ്റെടുക്കുക. അതാണ് പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. രണ്ട് ചോദ്യം അതിൽ നിന്ന് വരാട്ടോ. പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി എന്താണ്? അതുപോലെ തന്നെ പർച്ചേസിംഗ് ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ് ചോദിക്കാം. അതുപോലെ തന്നെ തിരിച്ചും ചോദിക്കാട്ടോ. പർച്ചേസിംഗ് അസിസ്റ്റന്റിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ക്ലിയർ അല്ലേ? രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് നോക്കാട്ടോ. കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് പർച്ചേസ് റിക്വസിഷൻ സോ as to order materials, goods and supplies. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, പർച്ചേസിംഗ് ഓർഡർ ആരുടെ കയ്യിൽ നിന്നാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നത്? ആരുടെ കയ്യിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നല്ലേ. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും അല്ലെ. റിക്വസിഷൻ കൊടുക്കില്ലേ, അഭ്യർത്ഥന നടത്തും. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ അങ്ങനെയുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അതാണ് ഒരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പർച്ചേസ് ഓർഡർ എന്താണ്? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. അവർക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ചിട്ട് അത് പർച്ചേസ് ഓർഡർ ചെയ്യുന്നു, ഓർഡർ കൊടുക്കുന്നു. ഓക്കെ ആണോ? സെക്കൻഡ് നോക്കി, ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ്. ഇനി സപ്ലയേഴ്സിന് എന്ത് ചെയ്യുന്നു? ഈ ഓർഡർ കൈമാറുന്നു. ഇനി എന്താണ്? റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ഒന്നും കൂടി ഒന്ന് ഓർഡർ ചെക്ക് ചെയ്യുന്നു, റീചെക്ക് ചെയ്യുന്നു. റിഫ്രഷ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് ആ നമ്മൾ കൊടുത്ത ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്? റീചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ റീചെക്ക് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അവര് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഓർഡർ ചിലപ്പോൾ 10 എണ്ണമായിരിക്കാം, ചിലപ്പോൾ ഇവര് എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ 8 എണ്ണമായിരിക്കാം, എന്താണ് 15 എണ്ണം എഴുതിയിട്ടുണ്ടാവും. ഓർഡറിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഓർഡർ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സ്റ്റോക്ക് പുതുക്കിയിട്ട് ഓർഡർ ചെയ്യുന്നു. ഒന്നും കൂടി സപ്ലയേഴ്സിന് ഓർഡർ കൊടുക്കുന്നു. അതാണ് റീഫ്രഷ് സ്റ്റോക്ക്. റീചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സ്റ്റോക്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, ഓർഡർ കൊടുത്തതിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് പുതുക്കി ഓർഡർ ചെയ്യുന്നു. ഓർഡർ ആസ് റിക്വയർഡ്. കിട്ടിയില്ലേ? ഇനി എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് നോക്കണം കേട്ടോ അവിടെ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ് എ ഡെയിലി ബേസിസ്. എന്താണ്? നമ്മള് സപ്ലയറുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക. ഡെയിലി ബേസിസിൽ ആശയവിനിമയം നടത്താം. എപ്പോ കിട്ടും, എന്ന് കിട്ടും, ഏത് ഡേറ്റിന് കിട്ടും, ഏതാഴ്ച കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കമ്മ്യൂണിക്കേറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഇനി എന്താ പറയുന്നത്? സ്ക്രൂട്ടനൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്. എന്താ പറയുന്നത്? ഓർഡറുകൾക്കെതിരെയുള്ള ഡെലിവറികൾ സൂക്ഷ്മമായി പരിശോധിക്കുക. സപ്ലയറിനോട് കൃത്യമായിട്ടാണോ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്? അതുപോലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അവരെ കൊണ്ടുതരുമോ? ഓർഡറൊക്കെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ അറിയിക്കേണ്ടതാണ്. അപ്പൊ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രൂട്ടനൈസ് ചെയ്ത് ഓർഡറിലേക്കുള്ള ഡെലിവറി സൂക്ഷ്മമായിട്ട് പരിശോധന നടത്തുക. സപ്ലയേഴ്സിനോട് കൃത്യമായിട്ടാണോ ഓർഡർ കൊടുക്കുന്നത്? ഇതുപോലെ അവർ പറഞ്ഞിരിക്കുന്നത് പോലുള്ള സാധനങ്ങളാണ്, നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ പോലെയാണോ കിട്ടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി പരിശോധിക്കാം. പിന്നെന്താണ്? സാധനങ്ങൾ കൊണ്ടുവരുമ്പോ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? സ്റ്റാറ്റസ്. ഇനി ഓർഡർ എന്നാക്കണം കേട്ടോ. ഓർഡർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ ഓർഡർ എന്ന് കൊടുക്കുക.
ഓർഡറിനാക്കാം. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. നമ്മളിപ്പോ ഓൺലൈനിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ കൊടുക്കുമ്പോ എന്താണ് അവർ നമ്മളെ വിളിച്ചു ചോദിക്കും അല്ലെ, വിളിച്ചു ചോദിക്കാറില്ലേ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ്, തിരിച്ച് നമ്മൾ വിളിച്ചു ചോദിക്കാറില്ലേ നിങ്ങൾ എപ്പോ വരും, എന്ന് വരും, ഏത് വീട്ടിൽ കിട്ടും, ഏത് ദിവസം കിട്ടും, അല്ലെങ്കിൽ ഏത് ടൈമിൽ കിട്ടും, ഉച്ചയ്ക്ക് വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലേ നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് ട്രേസ് ദ സ്റ്റാറ്റസ്. Trace the status of the any ഓർഡറിന്റെയും സ്റ്റാറ്റസ് നമ്മൾ കണ്ടെത്തണം. ഇനി എന്താണ്, ആളുടെ കയ്യിൽ സാധനങ്ങൾ കിട്ടി, അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. നമ്മൾ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഓർഡർ ചെയ്യാത്ത സാധനങ്ങളായിരിക്കാം. അതാണ് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്. നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഓർഡർ ചെയ്യാത്ത ഗുഡ്സ് ആയിരിക്കാം വരുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കാം അണ്ടർ ഓർഡേഴ്സ് അല്ലെ, ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടിലും കുറവ് വരാം. അണ്ടർ കുറവുള്ളത്, നമ്മളിപ്പോ 10 ഓർഡർ ചെയ്തു, ചിലപ്പോൾ 8 വരുന്നത്. അതുപോലെ തന്നെ ഓവർ ഓർഡർ അല്ലെ, നമ്മൾ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ 10 ഓർഡർ ചെയ്തു 15 വന്നു, അതാണ് ഓവർ ഓർഡർ. അതുപോലെ തന്നെ ഡാമേജ്ഡ് ഗുഡ്സ്, കംപ്ലൈൻസ് ആവാം. ഇങ്ങനെയുള്ള ഗുഡ്സ് ഒക്കെ നോക്കിയിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്, ഈ പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി. പിന്നെന്താണ്, ഈ നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്ത് വന്ന ഗുഡ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, അദ്ദേഹം ചെക്ക് ചെയ്തു. അതിനുശേഷം എന്ത് കൊടുക്കണം സപ്ലയറിന്, എന്താ കൊടുക്കേണ്ടത്, എന്താ കൊടുക്കാം, മെറ്റീരിയൽസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കും, സപ്ലയറിന് എന്താ കൊടുക്കാം, തിരിച്ച് make sure that any invoice and are sent to account for payment. എന്താ ചെയ്യാ, പേയ്മെന്റ് കൊടുക്കണം അല്ലെ. അതിന് മുമ്പായിട്ട് അദ്ദേഹം എന്ത് തരാറുണ്ട്, നമുക്ക് ഇൻവോയ്സ് ബില്ല് തരും. അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ, അദ്ദേഹത്തിന് പേയ്മെന്റ് ക്ലിയർ ആക്കി കൊടുക്കുന്നത്. അദ്ദേഹത്തിന് പേയ്മെന്റ് കൊടുക്കും. ഇനി എന്താണ്, ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. ഇനി എല്ലാം നമ്മുടെ എല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യും, ഓരോ സ്റ്റോക്കിന്റെയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും അല്ലെ. അത് എന്താണ്, ജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നിർമ്മിക്കുകയും റിപ്പോർട്ട്സുകൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിംഗ് ക്ലർക്കിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? സ്ക്രൂട്ടനൈസ് എന്താ പറഞ്ഞു കൊടുക്കോ, സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞാല് എന്താ, സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന. വായിച്ചു നോക്കിയേ, പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി ഒന്ന് വായിച്ചു നോക്കിയേ.
ആണോ? പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആണോ? നെക്സ്റ്റ് പോർഷൻ നോക്കാം നമുക്ക്. സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ എന്താണ് ഇൻവെന്ററി കൺട്രോൾ അല്ലെ? സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഇൻവെന്ററി. സ്റ്റോക്ക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ച് അല്ലെ, എന്താണ് കുറച്ച് ഉപയോഗിക്കുന്നത് അല്ലെ? ഇങ്ങനെ കുറച്ച് ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? അഡ്വാൻറ്റേജ് എന്താ? അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെ സ്റ്റോക്ക് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്. പെട്ടെന്ന് തീരില്ല, നമുക്ക് വീണ്ടും വീണ്ടും കുറച്ച് നാള് കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് സ്റ്റോക്ക് കൺട്രോൾ. നോക്കിയേ, how much to order, how much to store, to make purchasing and storage expenses at minimum is called inventory control. അടയാളപ്പെടുത്താം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് inventory control ചോദിക്കും. എന്താണ്? What, when, how much to order, how much to store, to make purchasing and storage expenses at minimum. എന്താ പറയുന്നത്? വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സാധനം എപ്പോൾ അല്ലെങ്കിൽ എന്താണ് എത്ര ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിനും സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസ് മിനിമം ആക്കുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. എന്ത് സാധനം എപ്പോൾ എത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനുമായിട്ട് വരുന്ന എക്സ്പെൻസസിനെ മിനിമം ആക്കുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് മനസ്സിലായോ? എന്താണ്? നമ്മൾ കുറച്ച് യൂസ് ചെയ്യുക അല്ലെ, സാധനങ്ങള് കുറച്ച് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി എന്താണ്? It is a devices of management which is used to sustain an economic investment in materials and products for the objective of obtaining an maximum financial return. ഇനി നമ്മള് ഇൻവെന്ററി കൺട്രോൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻവെന്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെയിൻ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്താവാം? Objective of obtaining a maximum financial return അല്ലെ? നമ്മൾ എന്താണ് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നമ്മൾ പിശുക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാള് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആ സാധനങ്ങൾ ഉപയോഗിക്കാം. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് എന്താണ്? കൂടുതൽ പണം ചെലവാവോ? നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാവോ? ഇല്ല അല്ലെ? അതിൽ നിന്ന് നമുക്ക് എന്താണ്? കൂടുതൽ നഷ്ടം വരാതെ ഫിനാൻഷ്യൽ റിട്ടേൺ നമുക്ക് മാക്സിമം ആക്കാനായിട്ട് പറ്റും. അതാണ് ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോളിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ പഠിച്ചത്. എന്താണ് ഇൻവെന്ററി കൺട്രോൾ? പ്രോഫിറ്റ് ഉണ്ടാക്കും കേട്ടോ. അതാണ് ഇൻവെന്ററി കൺട്രോൾ പഠിച്ചു. അതുപോലെ തന്നെ അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചു അല്ലെ? എന്താണ് ഇൻവെന്ററി കൺട്രോൾ? എപ്പോൾ എന്ത് സാധനം എപ്പോൾ എത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ മിനിമം ആക്കുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്റ്റെയിനിങ് എ മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ. എന്താണ്? സാമ്പത്തിക നേട്ടം പരമാവധിയാക്കുന്നതിനെയാണ് പരമാവധിയാക്കുക എന്നതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താണ്? Goals of
ഇൻവെന്ററി കൺട്രോൾ. 4 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇൻവെന്ററി കൺട്രോളിന്റെ ഗോൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് provide supplies available when needed to maintain constant operations. അല്ലെ, നമ്മൾ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്തിനെ വേണം കൊടുക്കാനായിട്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതനുസരിച്ചിട്ട് വേണം അവർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അവരുടേതായിട്ടുള്ള കോൺസ്റ്റന്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അവർക്ക് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള നീഡ് അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ടല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻവെന്ററി കൺട്രോളിന്റെ ഗോൾ എന്താന്നാ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോളിന്റെ ഗോൾ എന്താ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വേണം സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് നോക്കി, ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് required to reduction or purchase. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ്, അമ്മമാരൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഓരോ ഡപ്പയിലോ അല്ലെങ്കിൽ എന്താണ് ടിന്നിലാക്കിയിട്ടൊക്കെ വെക്കാറില്ലേ, അരി സൂക്ഷിച്ച് വെക്കാറില്ലേ, ഓരോ ബക്കറ്റുകളിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ചെയ്യാനായിട്ട് അല്ലെ. ഓരോന്നും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് എന്താണ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനായിട്ട് അല്ലെ. ഇങ്ങനെയുള്ള ഓരോ സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും യൂസ് ചെയ്യുമ്പോൾ നോക്കി യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ കൂടുതലായിട്ട് ചെലവാക്കി കഴിഞ്ഞാൽ എന്താണ്, അത് എന്താണ് പാഴായി പോലെ ചിലപ്പോൾ എന്താണ് നമ്മൾ കഴിക്കാതെ വേസ്റ്റ് ആക്കി കളയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അതുപോലെയാണ് ഓരോ ഹോസ്പിറ്റലിലും നമ്മള് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഇൻവെന്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഗോളായിട്ട് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മള് ഓരോ കാര്യങ്ങളും ഓരോ മെറ്റീരിയൽസും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യം അനുസരിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് അല്ലെ എന്താണ് എന്താ പറയുന്നത്, അത് പിശുക്കി ചെലവാക്കാനായിട്ടാണ് പറയുന്നത്. പിശുക്കി അല്ലെങ്കിൽ എന്താണ് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് കുറെ അധികം സ്റ്റോക്കുകളൊക്കെ വേസ്റ്റ് ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് ആവശ്യത്തിന് മാത്രം സ്റ്റോക്ക് ചെലവാക്കിയിട്ട് പിശുക്കി ചെലവാക്കാതെ കുറച്ച് ആവശ്യത്തിന് മാത്രം ചെലവാക്കാം എന്നാണ് പറയുന്നത്. അതാണ് സെക്കൻഡ് ഗോളായിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? സ്റ്റോക്ക് ലെവല് മിനിമം ആക്കുക. ഇനി നെക്സ്റ്റ് നോക്കിയേ, റീറ്റെയിൻ hospital investments, sorry, capital investment at the minimum level is possible. എന്താ പറയുന്നത്, നമ്മള് എന്താണ് മൂലധന നിക്ഷേപം അല്ലെ, മൂലധന നിക്ഷേപം എന്നത് മിനിമം ലെവൽ ആക്കിയിട്ട് ചുരുക്കാനാ പറയുന്നത്. മൂലധന നിക്ഷേപം ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അത് നല്ല രീതിയിൽ എന്താണ് കുറഞ്ഞ ചെലവിൽ വേണം വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ഒരു മൂലധന നിക്ഷേപം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാണ് മിനിമം ലെവലാക്കാനായിട്ടാണ് പറയുന്നത്. അതിന്റെ ഗോളാണ് ഇൻവെന്ററി കൺട്രോളിന്റെ ഗോളായിട്ട് പറയുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ് എന്താ പറയുന്നത്, എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും ഇൻവെന്ററി കൺട്രോളിലെ മിനിമമാക്കി കോസ്റ്റ് കുറയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കണം. ഇൻവെന്ററി കൺട്രോള് പ്രൊഡക്ഷൻ നടത്തുമ്പോഴായാലും ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴായാലും നമ്മുടെ ഇൻവെന്ററി കൺട്രോൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വേണം നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഓരോ സാധനങ്ങളും ആവശ്യത്തിന് മാത്രം ചെലവാക്കുക. പിശുക്കി ചെലവാക്കാനായിട്ടാണ് പറയുന്നത്. ആവശ്യത്തിന് മാത്രം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിക്ഷേപം എന്ന് പറയുന്നത് മിനിമം ലെവലാക്കാം.
നടക്കണം. പിന്നെന്താണ് പ്രൊഡക്ഷൻ നടത്തുമ്പോഴും ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും ഇൻവെന്ററി കൺട്രോള് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ആണോ? നാല് കാര്യങ്ങളും ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. അപ്പോ സ്റ്റോക്ക് ലെവൽ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോള് ഇൻവെന്ററി കൺട്രോൾ എന്താണെന്ന് പഠിക്കാം കേട്ടോ. ഇൻവെന്ററി കൺട്രോളിന്റെ അനന്തര നെയിം ചോദിക്കാം. അതുപോലെ സ്റ്റോക്ക് കൺട്രോളിന്റെ വേറെ നെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് അല്ലെ എന്താണ്? മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ എന്നുള്ളത് കേട്ടോ. ഒബ്റ്റെയിനിങ് എ മാക്സിമം ഫിനാൻഷ്യൽ. അതുപോലെ തന്നെ കോഡ് നോക്കാം. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ഐറ്റംസും അല്ലെ സ്റ്റോക്കിലുള്ള ഓരോ ചെലവാക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്താണ് കുറച്ചു നാളത്തേക്ക് കൂടി ആ സ്റ്റോക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ കോസ്റ്റ് അധികം ആവില്ല. അതുകൊണ്ട് സ്റ്റോക്ക് ചെലവാക്കുക. പിന്നെ എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ മൂലധന നിക്ഷേപം എന്നത് നിയന്ത്രിക്കപ്പെടണം. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തുമ്പോഴും ഇൻവെന്ററി കൺട്രോൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ഇത്രയും എടുക്കുന്നുണ്ടോ കേട്ടോ? ഓക്കെ ആണോ? ഇത്രയും വരെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഇത്രയും വരെ പഠിച്ചിട്ട് വരണം കേട്ടോ. വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.